പ്രിയപ്പെട്ടവരെ, കോട്ടയത്ത് നിന്നൊരു വാർത്ത വരുന്നു. കോട്ടയത്ത് പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി മരിച്ചതിൽ പ്രതിയായ ഭർത്തൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധന ഇന്ന് നടത്തും. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന. ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജോസഫിന്റെ ശബ്ദ സന്ദേശത്തിൽ ചില കേസുകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും പറഞ്ഞ് നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് ആ കേസിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നും. എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും സംഭവിച്ചത്, ഇതിൻ്റെ സത്യം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഈ തലത്തിൽ അന്വേഷിക്കാത്തത്, അല്ലെങ്കിൽ അവനെ പിടിക്കണം, അവന് കിട്ടണം, ഈ ഇമോഷൻസ് ഒക്കെ വരിക നമുക്ക് ആ കേസിനോട് ഭയങ്കര അതിനെപ്പറ്റി സംസാരിച്ചിട്ടാണ്. അപ്പം ഞാനങ്ങനെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അധികം സംസാരിച്ചു പോയിട്ടുള്ള ഒരു കേസ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിസ്മോളുടെ കേസാണ്. കാരണം പിന്നെ ഞാൻ കുറച്ചധികം സംസാരിച്ചത് മേഘയുടെ ആണെങ്കിലും 2 ദിവസം കൊണ്ട് തന്നെ മേഘയുടെ അത്യാവശ്യം വർത്തമാനങ്ങളൊക്കെ അങ്ങ് നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ജിസ്മോളുടെ കേസ് ഓരോ ദിവസവും ഓരോരോ പോയിന്റുകളോ അല്ലെങ്കിൽ ഓരോരോ കണ്ടെത്തലുകളോ ഓരോരോ ദൃശ്യങ്ങളോ നമ്മളുടെ ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പം CCTV ദൃശ്യങ്ങൾ ഞാൻ കാണുന്നു. അതുപോലെ ഡോക്ടർ ക്രിറ്റിക് എന്ന് പറയുന്ന ആളുടെ ചാനലിൽ കുറേ CCTV ഫുട്ടേജ് കാര്യങ്ങൾ കാണലുണ്ട്. അപ്പം അങ്ങനെ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ജിസ്മോളുടെ ഭർത്താവിനെയും പിന്നെ ജിസ്മോളുടെ അമ്മായിയമ്മേനെയും പിന്നെ ജിസ്മോളുടെ നാത്തൂനെയും ഒക്കെയാണ് സംശയത്തിലുണ്ടായിരുന്നെങ്കിലും ജിസ്മോളുടെ ഭർത്തൃപിതാവിനെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അയാൾ ഇന്നത് ചെയ്തു എന്ന രീതിയിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഈവൻ ജിസ്മോളുടെ അച്ഛനും സഹോദരനും കൊടുത്തതിൽ പോലും നമ്മളത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞെട്ടിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ളത്. അപ്പം അമ്മയും പെങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്തായാലും അച്ഛനും ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനെ സത്യമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നമ്മൾ ഇന്നത്തെ കേസിനെ തന്നെ ഫ്രണ്ടോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു സാധനം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ജോസഫിന്റെ ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വീട്ടിൽ ഉടൻ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാകുമെന്ന് UK-യിലുള്ള മകൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. അതിന് ജിസ്മോൾ തയ്യാറാണെന്നും മകളോട് ജോസഫ് പറഞ്ഞു. അഞ്ജന അനിൽകുമാറുണ്ട് കൂടുതൽ വിവരങ്ങൾ. വലിയ 3 കാര്യങ്ങളാണ് ഇതിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് അരുൺ. വീട്ടിൽ ഒരു കൂട്ട ആത്മഹത്യ നടക്കും. രണ്ടാമത്തെ കാര്യം, ഇത് പറയുന്നത് മോളോടാണ്, UK-യിലുള്ള എന്ന് വെച്ചാൽ ഈ ഭർത്താവിൻ്റെ സഹോദരിയോട്. ജിസ്മോൾ അതിന് തയ്യാറാണ്. ഈ 3 ഡയലോഗും കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പോയി. ആദ്യം ആ പെങ്ങൾ, എനിക്ക് തോന്നുന്നത് നാട്ടിൽ വന്ന് അവളെ പിടിക്കുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് UK-യിൽ തന്നെ പെറ്റ് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ചെയ്യണം എന്നാണ് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ കൂട്ട ആത്മഹത്യ നടക്കും, ജിസ്മോൾ അതിന് തയ്യാറാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇങ്ങനൊരു മരണം ആ വീട്ടിൽ നടക്കും എന്നുള്ള കാര്യം ഓൾറെഡി ഈ കിളവൻ അറിയായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ ആ വീട്ടിൽ ഇത് ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു തിങ്, ജിസ്മോൾ അതിന് തയ്യാറാണ്. അപ്പം ആത്മഹത്യക്ക് ജിസ്മോൾ തയ്യാറാണ് എന്നുള്ള കാര്യം ഇയാൾ എങ്ങനെയാ പറയുക? അപ്പം ഇയാൾ നിർബന്ധിച്ചിട്ടാണോ, അല്ലെ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ, അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലുമൊക്കെ കൈ ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്ന ഒരൊറ്റ സാധനത്തിൻ്റെ പേരിൽ സുഖമായിട്ട് ഈ ജോസഫ് എന്ന് പറയുന്ന ജിസ്മോളുടെ ഭർത്തൃപിതാവിനെ ജയിലിലിടാവുന്ന കേസാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആളുടെ ശബ്ദമൊന്നും പോകണ്ട, ഫോൺ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. പിന്നെ എല്ലാത്തിനും തെളിവ് വേണമല്ലോ. അപ്പം നമുക്ക് ബാക്കി ന്യൂസ് എന്താണെന്ന് കാണാം. ഗുഡ് മോർണിംഗ് അഞ്ജന. പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അഞ്ജന? അതെ, കേട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ന്യൂസ് തന്നെയാണിത്. ഒരു ചെറിയ 2 കുട്ടികളും ഒരു പെൺകുട്ടീനെയും ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോയവന്മാർ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു. അപ്പോൾ എന്തായാലും അസ്വസ്ഥതപ്പെടും. ഈ അസ്വസ്ഥത മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? കറക്റ്റായിട്ടുള്ളൊരു നീതി ഉണ്ടാവണം. കിട്ടേണ്ട ശിക്ഷ കിട്ടേണ്ട നേരത്ത് കിട്ടണം. ഇപ്പോൾ ജിസ്മോളുടെ മരണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. അത്ര പെട്ടെന്ന് നമ്മൾ പല ആക്ഷൻസ് എടുക്കുന്നു, അത്രയും പെട്ടെന്നായിരിക്കും പിന്നെ അത് കുറയും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, ഇവിടെ ക്രൈം റേറ്റ് കൂടുന്നതിന് ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ലീഗൽ സിസ്റ്റമാണ്.
ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ തന്നെ 1 മാസം, പിടിച്ചു കഴിഞ്ഞ് പിന്നെ അവനെയും കൊണ്ട് തെളിവ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 മാസം, പിന്നെ ആദ്യം കേസ് കയറുക, പിന്നെ ഇത് ചർച്ച ചെയ്ത് ചിലപ്പോൾ 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇതിനൊരു തീരുമാനം വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തൊക്കെ വഴി കണ്ടുപിടിച്ച് വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, എസ്കേപ്പ് ആവാൻ പറ്റും. ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പം ഇതിലൊക്കെ ഞാൻ എപ്പോഴും കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന പുറത്തെ ലീഗൽ സിസ്റ്റമാണ്. അമ്മ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പേടിയുണ്ട്. ഇവിടെ പേടിയില്ല. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കോട്ടയം പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന. ആദ്യഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന ഒരാളാണ് ഭർതൃപിതാവായ ജോസഫ്. എന്നാൽ ഈ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോസഫ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നതും അറസ്റ്റിലായതും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഇന്നിപ്പോൾ ജോസഫിനെ മാത്രമാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ശബ്ദ സന്ദേശത്തിനൊപ്പം തന്നെ ജോസഫിന്റെ ഓഡിയോ സാമ്പിളുകൾ കൂടി എടുത്തതിന് ശേഷം ഇത് ക്രോസ് മാച്ച് ചെയ്യുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ജോസഫ് അയച്ച ഓഡിയോ സന്ദേശത്തിലെ നിർണായക വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഓഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തിയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇനി അതിനുശേഷം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ 1 മാസം എടുക്കും, ചിലപ്പോൾ 2 മാസം എടുക്കും. എന്നാലും ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടമല്ലെങ്കിൽ മര്യാദയ്ക്ക് ആ അച്ഛനെയും സഹോദരനെയും വിളിച്ചിട്ട് ആ പെൺകുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോരെ. എന്തിനാ ഇങ്ങനത്തെ ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? ഞാൻ കണ്ടു ആ ചെങ്ങായിനെ, ആ പെൺകുട്ടീനെ. പൈസയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലുണ്ടാവും, പക്ഷേ ഈ മനുഷ്യപ്പെറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്കില്ലേ? ഈ പൈസ ഉള്ള ആൾക്കാർക്കില്ലേ? എനിക്ക് അറിയായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യണം എന്നായിരുന്നു നിങ്ങളുടെ മനസ്സിലെങ്കിൽ പിന്നെ എന്തിനാ മോനെ കല്യാണം കഴിപ്പിച്ചേ? മോനെ നിങ്ങൾക്ക് ആ ജനവാതിനുള്ളിൽ അങ്ങ് കയറ്റി നിർത്തിയാൽ പോരെ? ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അതിൽ 2 കുട്ടികളായിട്ട് ഇവൻ എന്നിട്ട് ഈ ചൊറിഞ്ഞ കളിയും കളിച്ച് നിൽക്കുകയാണ്. അതിനൊന്നും ഒരു തീരുമാനമാവാത്ത ഇങ്ങനത്തെ ന്യൂസുകൾ ഡിസ്കസ് ചെയ്യാൻ പൊതുവേ എനിക്ക് ഇപ്പം കറണ്ട്ലി എനിക്ക് താല്പര്യം കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ്ടേ? 1 മാസം കൂടുമ്പോഴാണ് ഒരു പോയിന്റ് കണ്ടുപിടുത്തം വരിക, അടുത്ത മാസം കൂടുമ്പോഴാണ് ഒരു പോയിന്റ് വരിക. ഇതിനൊന്നും ഒരു തീരുമാനമില്ല, ഇതിനൊന്നും ഒരു ചർച്ചയില്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കും ഒന്നും പറയാനുമില്ല. ശബ്ദത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതും കൂടെ കേൾക്കാം. അതായത് ഏപ്രിൽ 15 രാവിലെ 10:54 UK-യിലുള്ള മകൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 15 ഉച്ചയോടുകൂടിയാണ് ജിസ്മോളും മക്കളും മരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തന്റെ വീട്ടിൽ ഉടൻ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാകും, അതിന് ജിസ്മോൾ തയ്യാറാണ് എന്നാണ്. ആദ്യം മുതൽ തന്നെ ജിസ്മോളുടെ കുടുംബം പ്രതികൾ എന്ന് പറയുന്നത് ജിമ്മിയെയും ജിമ്മിയുടെ മാതാവിനെയും സഹോദരിയുമാണ്. ഈ സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശമാണിത്. ജോസഫിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത ആത്മഹത്യ എന്റെ മകന്റെ കുടുംബത്തായിരിക്കും. എന്റെ കുടുംബം കലക്കി നശിപ്പിച്ചു, ഇനി ഇതെങ്കിലും തീർക്കരുത് എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അതിനെ എല്ലാവരും എന്നെ സഹായിക്കും. ഒരുക്കുന്നുണ്ടെന്നറിയാം. ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആത്മഹത്യയായിരിക്കും, 2 കുഞ്ഞുങ്ങളുമായിട്ട്. ഇന്നലെ തന്നെ ആത്മഹത്യക്ക് പോകാൻ തയ്യാറാണ്. ഇനി ജിസ്മോളോട് പറയാൻ ഒന്നുമില്ല. ഇങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശത്തിന്റെ ഒരു ഭാഗമുള്ളത്. ദീർഘമായ ഒരു ഓഡിയോ സന്ദേശമാണ്. ഈ ഓഡിയോ സന്ദേശം തന്നെയാണ് ഇപ്പോൾ നിർണായക തെളിവുമായിരിക്കും. ഒരു 3 തവണ ശരി എന്ന് പറയുന്നുണ്ട്. എന്താ അറിയില്ല, ചിലപ്പോൾ അടുത്ത ന്യൂസിന്റെ തിരക്കായിരിക്കാം. ആ ഓഡിയോയിൽ കേട്ട വരികൾ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു എന്താ പറയുക, ഒരു മനസ്സിനെ എന്താ പറയുക, അത്രത്തോളം ആ പെൺകുട്ടിക്ക് കൊടുത്ത പ്രഷറാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാവരും കൂടെ അതിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിലാക്കി അതിനെ ആത്മഹത്യൻ്റെ വക്കിലോട്ട് കൊണ്ടുപോയതാണ്. ഇതിൻ്റെ ഒരു CCTV ഫുട്ടേജ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ജിസ്മോളും മൂത്ത കുട്ടിയും മാത്രം പോകുന്ന ഫുട്ടേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പോഴത്തെയാണോ പഴയത്തെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ആ ചെറിയ കുട്ടി എങ്ങനെ പിന്നെ നടന്നിട്ട് അവിടെ എത്തിയോ, അല്ലെങ്കിൽ വൃത്തിയായിട്ടവൻ കൊണ്ടുപോയി ബാക്കിലിട്ടോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഇത്രയ്ക്ക് വൃത്തികെട്ട മൈൻഡും മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നേ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അൾട്ടിമേറ്റ് പുച്ഛാണ് തോന്നുന്നത്. ആദ്യം അവിടെയുള്ള ആ മോളെ തിരിച്ചിങ്ങോട്ട് വരുത്തണം, എന്നിട്ടാണ് ഇതിൻ്റെ ഒരു പരിപാടി തുടങ്ങേണ്ടത്. എത്രത്തോളം സ്പീഡാക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡാക്കണം. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ പെൻഡിങ് വെക്കുന്നതിൽ ഒരു നേരം അങ്ങ് തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷയം തീരില്ലേ? ഇത്രയും വൃത്തികെട്ട ഒരു മനോഭാവം. ഒരു പെണ്ണിന് വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ള പേരിൽ അതിന് ആത്മഹത്യൻ്റെ നിലയിലോട്ട് എത്തിക്കാൻ തോന്നുന്ന സ്വഭാവമുള്ളൊരു ചങ്ങായി. ആത്മഹത്യ എന്ന് പറയുന്ന സമയത്ത് ഇതിനു മുമ്പ് വേറെ ആത്മഹത്യ നടന്നിട്ടുണ്ടോ?
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഒരു ഫുൾ ചരിത്രം എടുക്കുന്നത് നല്ലതാണ്. ഈ മോളുടെയും അമ്മായിയമ്മയുടെയും ഈ ചങ്ങായിയുടെയും ഫോണൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തെളിവുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇതിനു മുമ്പ് ചെയ്തത്. ആൻഡ് ഇവരുടെ പൈസ ഇടപാട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്, അതിൽ സത്യം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇത് കാണുന്ന ജിസ്മോളുടെ വീട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ കേസ് വിട്ട് കളയരുത്. നിങ്ങൾ ഇതിന് പുറകെ തന്നെ നടക്കണം. നീതി കിട്ടിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ മീഡിയനെ വിളിച്ച് പറയണം. സപ്പോർട്ടീവായിട്ട് എത്രയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസോ ചാനൽസോ യൂട്യൂബേഴ്സോ നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തെങ്കിലും ഇതിനൊരു തീരുമാനമാവുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി. സോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.